ഗുഡ് മോർണിംഗ് ജിംബു ചേച്ചി. അമ്മേ ഇതാരത്? കരടിക്കുട്ടിയോ? ഇതാരാ? അപ്പായിരുന്നോ? അമ്മ വിചാരിച്ചു. നോക്ക് നോക്കി ആര് നോക്കുന്നേ? ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഫസ്റ്റ് ഇൻട്രോ തന്നെ മക്കളായിരുന്നു കേട്ടോ. കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ടോക്ക് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അവർ ടോക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻട്രോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തി. ഇന്ന് ഞാൻ ഇച്ചിരി ലേറ്റായി എണീക്കാനായിട്ട്. ദിവസം കൂടുന്നവരും കുഞ്ഞു ക്ഷീണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് കറി, അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ഇവരെ ശൂശു ഒഴിപ്പിക്കാൻ കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെയധികമുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ശൂശു ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ വേഗം ഓടിപ്പോയി. പക്ഷെ അപ്പൂസം പോയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ജിംബു രാവിലെ തന്നെ ഫ്രിഡ്ജ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജിംബുവിന് ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കണം, എങ്കിലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഞാൻ രാവിലെ തന്നെ നല്ല വിശപ്പായിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ ചായയും റസ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മക്കൾ കാണാതിരിക്കാനായിട്ട് വിളിച്ചും പത്തൊക്കെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് കഴിച്ചെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര പണിയായിരിക്കും. ഇന്ന് ഞങ്ങൾ റിമോട്ട് കാണാതായിട്ടുള്ള ദിവസമാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ജിംബു മക്കളാണ് ഇപ്പോൾ റിമോട്ടിൻ്റെ ഭരണങ്ങളൊക്കെ. അപ്പോൾ അവർ രാത്രി എവിടെയെങ്കിലും വയ്ക്കും, പിന്നെ രാവിലെ ഇതുപോലെ തരേണ്ടി വരും. കുറേ നാളായി അങ്ങനെ റിമോട്ട് മിസ്സിങ് ആയിട്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമായിരുന്നു റിമോട്ട് മിസ്സിങ്. അപ്പോൾ അപ്പൂസനും ഞാനും നല്ല തിരച്ചിലാണ് കേട്ടോ. ജിംബൻ പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇരിക്കലൊക്കെ ആയിരുന്നതുകൊണ്ട് അവൾ അങ്ങനെ നൈസായിട്ട് വന്നില്ല. അപ്പോൾ ഞാനും അപ്പൂസനും തിരങ്ങി ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചപ്പാത്തി പരത്തുന്നതിനിടയ്ക്ക് അപ്പൂസം വന്നിട്ട് ഒരു ഉണ്ട ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെ ഞങ്ങൾ ഉണ്ടകളൊക്കെ ഇന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചപ്പാത്തിയെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടറ്റോ കറി ഉണ്ടാക്കുമായിരുന്നു. പൊട്ടറ്റോ കറി സിമ്പിൾ ആയിട്ടുള്ള തേങ്ങാപ്പാൽ അങ്ങനത്തെ കറിയൊന്നുമല്ല. ജസ്റ്റ് സവോള, ഞാൻ റെസിപ്പി പറയാം. വെളിച്ചെണ്ണ ഒഴിക്കുക, ഒന്ന് ജസ്റ്റ് കടുക് പൊട്ടിക്കുക, അതിലേക്ക് ചെറിയ ജീരകം കുറച്ചിടുക, പിന്നെ 2-3 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കരിയുന്ന ആ ഒരു ടൈപ്പാവുന്ന സമയത്ത് സവോള ഇടുക. സവോള ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളക് കീറിയിടുക, പിന്നെ ഈ സ്മാഷ് ചെയ്ത് വേവിച്ച് വെച്ച പൊട്ടറ്റോ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു 1-1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ഇടാം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. അപ്പോൾ കറി റെഡി, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനൊന്നും എടുത്തില്ല, കാരണം എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സീനൊന്നും ഉണ്ടായില്ല. ഇത് ഞങ്ങൾ ഉച്ചത്തേക്കുന്ന മത്തനും പയറുമാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്കുള്ള പയറൊരു 3 വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പയറിൻ്റെ വിസിലൊക്കെ പോയപ്പം മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടു, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടു. അത്രയേ ഉള്ളൂ. വെള്ളം അതിൽ ആവശ്യത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. മത്തനൊക്കെ ഇട്ട് ഒരു വിസിൽ, നന്നായിട്ട് സ്മാഷ് ആണെങ്കിൽ 2 ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പില പിച്ചിയിടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ കറി റെഡി ആയിട്ട്. കുട്ടികളൊന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങി കേട്ടോ. കാരണം ഇപ്പോൾ ജിംബു ഉള്ളത് കൊണ്ട് രാവിലെയും വൈകിട്ടും കളിക്കാറുണ്ട് പുറത്ത് പോയിട്ട്.
പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിംബു ഉള്ളിൽ കയറി കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കയറി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അന്ന് രാവിലെ നല്ല പനി. കളിക്കാൻ പോയതാണ്, പക്ഷേ കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല ചൂടൊക്കെ തുടങ്ങി. അപ്പോൾ ആൾ ടയേർഡായപ്പം അമ്മ കുളിക്കണം എന്നും പറഞ്ഞിട്ട് അമ്മമ്മോട് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുളിച്ച് വന്ന് മരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മരുന്ന് ടാബ്ലറ്റ് ആണല്ലോ കൊടുക്കുക, ഇപ്പോൾ വലിയ കുട്ടിയായല്ലോ. അപ്പോൾ ആൾക്ക് പാരസെറ്റാമോൾ ടാബ്ലറ്റ് കഴിക്കാൻ ഭയങ്കര ഒരു വിഷമം. അപ്പോൾ പൊടിച്ചിട്ട് ഞാൻ തേനിലാക്കിയിട്ട് കൊടുത്തപ്പം പിന്നെ കുഴപ്പമില്ല, കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് അവൾ നല്ല ടയേർഡായിട്ടുണ്ടെന്നുള്ള നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വേഗം തന്നെ അത്യാവശ്യം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന്. അവൾ വരും വസന്തമായി ഇതൾ തൊടും അങ്ങനെ ഞാനും ചിമ്മുവിനൊപ്പം കുറച്ച് നേരം കിടന്നു. പിന്നെയാണ് ഫോണിൽ റിമൈൻഡർ നോക്കിയപ്പം ഇന്ന് 33 വീക്സായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് ഷോപ്പ് ചെയ്ത് ബേബിക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് ഞാൻ വാഷ് ചെയ്യാനായിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. നല്ല ടവലാണ് കേട്ടോ. ഇത് ഞാൻ ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ചാണ് പെരിന്തൽമണ്ണ. ഈ ബേബി ഡ്രസ്സസൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾ 2 കൂടെ പെൻഡിങ് ഉണ്ടല്ലോ കളി കഴിഞ്ഞ് വരാനായിട്ട്. അപ്പം ഇന്നലെ 12:30 ആയിട്ടാണ് അവർ കളി കഴിഞ്ഞ് എത്തിയത്. രാവിലെ പോയിട്ട് മുറ്റത്തൊക്കെ തന്നെയാണ്, അപ്പുറത്തും ഇപ്പുറത്ത് വീടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അപ്പം ഞാൻ ഇന്നലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവർ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ കളിക്കുന്നത്. വെള്ളത്തിൽ കളിയാണ്. വെള്ളത്തിൽ അലക്കണ സോപ്പും ഒക്കെ വെച്ചിട്ട് കളിയാണ് വല്യമ്മ. കുറച്ച് സോപ്പൊക്കെ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഓരോരുത്തരും മത്സരിച്ച് വന്ന് കളിക്കുക. ഈ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ ഇവർ. കാരണം അവർ 3 പേരുണ്ടാകുമ്പോൾ ഫുഡ് കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. വേഗം കഴിച്ചോളൂ. ഒരാളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കാനായിട്ട്. ഇതാകുമ്പം ഒരാൾ കഴിക്കുമ്പോഴേക്കും ഒരാൾ വരും, ഓടി വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ കുളിപ്പിച്ച് കയറ്റിയപ്പോഴേക്കും നല്ല ടയേർഡായി. അപ്പം ഞാൻ നല്ല തണുത്ത തണ്ണിമത്തനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ കുമാന്ന് വേഗം തണ്ണിമത്തൻ കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് കഴിച്ചു. അപ്പോഴേക്കും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ ഉറങ്ങി, അടുത്ത ആൾ ഉറങ്ങി. അത് കഴിഞ്ഞ് 3ാമത്തെ ആൾ ഓൾറെഡി ആദ്യം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ കുഞ്ഞിപ്പാറു ഇത്ര നേരം ഉറങ്ങുമായിരുന്നു. ഇപ്പം ഇവർ കിടന്നപ്പോഴേക്കും ഒന്ന് ചെറുതായി എണീറ്റിട്ടുണ്ട്. പക്ഷേ ആളും പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അച്ചക്കൂട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒത്തിരി ലേറ്റായി ആൾ ഉറങ്ങിയപ്പം വർക്കെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം എണീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.